ഈ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇവരുടെയൊക്കെ സീനിയറായിട്ട് ഒരു മലയാളി ഉണ്ടായിരുന്നു. വി.കെ. കൃഷ്ണമേനോൻ. അല്ല, അയ്യോ, അല്ല പഴയതല്ലേ, പുതിയത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? BJP അല്ലെങ്കിൽ സംഘപരിവാർ അല്ലേ? അതെ. ഇവരുടെയൊക്കെ ആചാര്യനായ ഒരു മലയാളി ഉണ്ടായിരുന്നു. അറിയോ? പരമേശ്വർജി അറിയാം. പരിചയമുണ്ടോ? പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലോസസ്റ്റ്, ഞാൻ പുത്രനെന്നോ പറയേണ്ടത് അനുജനെന്നോ പറയേണ്ടത് എന്താണ്, അത്ര കടുത്ത ബന്ധമാണ്. എന്നെ സംഖ്യയാക്കാൻ പരമേശ്വർജിയും നോക്കിയിട്ടില്ല. എൻ്റെ അഭിപ്രായങ്ങൾ പരമേശ്വർജിയോട് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കും. അത്രയേ ഉള്ളൂ. പരമേശ്വർജിയുടെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രസിഡൻ്റായി ഇരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഔന്നത്യമായ ബഹുമതിയൊക്കെ നൽകിയൊക്കെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി ഹൃദയബന്ധം ഇതുപോലെ ക്ലോസസ്റ്റ്. അപ്പം നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കമോ ആശയ സംഘർഷമോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ? അയ്യോ, അങ്ങനെ പരമേശ്വർജി തർക്കിക്കാനൊന്നും വരില്ല. ഞാൻ പറഞ്ഞാൽ ചിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ ചിരിക്കും. ചിലപ്പോഴത് ശരിയാണെന്ന് തോന്നിയാൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൗനമായിട്ടിരിക്കും. ഉദാഹരണത്തിന് അതും പറഞ്ഞായിരുന്നു. പ്രധാനമായത്, ഒരിക്കൽ അദ്ദേഹം തുഞ്ചൻ പറമ്പിൻ്റെ ദുസ്ഥിതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഞാനതിനൊരു ഉത്തരം പറഞ്ഞു. അന്ന് തന്നെ അതേ സന്ദർഭത്തിൽ തന്നെ ഈ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ദുസ്ഥിതിയെക്കുറിച്ചും പറഞ്ഞു. അതിനും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ചിരിച്ചില്ല. വളരെ നേരം മൗനമായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാ. അവർ വിചാരിച്ചാൽ പലതും ചെയ്യാം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടുന്നുണ്ട്. മറ്റേ സംസ്കൃത യൂണിവേഴ്സിറ്റി അവർ തന്നെ നടത്തുന്നതാണെന്ന് വരെ പറയാം.